നമസ്കാരം. A2 മൂവി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു മൂവിയുടെ സജഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കണ്ടപ്പോൾ ഞാനത് ഒരുപാട് ലേറ്റായിട്ടാണ് കണ്ടതെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഇത് ഞാൻ നേരത്തെ കാണാനുള്ളൊരു മൂവിയായിരുന്നു. അപ്പോൾ നിങ്ങളൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മൂവിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത്യാവശ്യം ഓൾഡായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 1999 റിലീസായ ഹോളിവുഡ് മൂവി ദ ഗ്രീൻ മൈലാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മൂവി. ഏകദേശം 3 മണിക്കൂറോളം അടുപ്പിച്ച് വരുന്ന മൂവിയാണിത്. ഒരു ക്രൈം ഡ്രാമ പ്ലസ് ഫാൻറ്റസി യാൻഡ്രയിൽ പെടുത്താൻ പറ്റുന്ന മൂവി കൂടിയാണിത്. സ്റ്റീഫൻ കിങ്ങിൻ്റെ ദ ഗ്രീൻ മൈൽ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയാണിത് എടുത്തിരിക്കുന്നത്. ഷോഷാങ്ക് റിഡംഷനൊക്കെ പോലുള്ള ഹൈലി കൾട്ട് ക്ലാസിക് മൂവി സംവിധാനം ചെയ്ത ഫ്രാങ്ക് ഡറാബോണ്ട് സംവിധാനം ചെയ്ത മൂവിയാണിത്. ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ടോം ഹാങ്ക്സ്, മൈക്കിൾ ഡങ്കൻ, സാം റോക്ക്വെൽ തുടങ്ങിയവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ടിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ടോം ഹാങ്ക്സ് അവതരിപ്പിക്കുന്ന പോൾ എന്ന് പറയുന്ന കഥാപാത്രം ഒരു പ്രിസൺ ബ്ലോക്കിലെ ഹെഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ബ്ലോക്കിനെ ദ ലാസ്റ്റ് മൈൽ അഥവാ ദ ഗ്രീൻ മൈൽ എന്നും അറിയപ്പെടുന്നു. വധശിക്ഷയ്ക്ക് കോടതി വിധിക്കപ്പെട്ട തടവുകാരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പുതിയ ഒരു ഇൻമേറ്റായിട്ട് ജോൺ എന്ന് പറയുന്ന കഥാപാത്രം കയറി വരുന്നു. അദ്ദേഹം ഒരു ആഫ്രോ അമേരിക്കൻ കഥാപാത്രമാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അവിടെയൊക്കെ സഹവസിച്ചതിന് ശേഷം പോൾ എന്ന് പറയുന്ന ഈ ഓഫീസറിന് മനസ്സിലാവുന്നു ജോണിന് കുറേ അധികം കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണോ ഈ ക്രൈം ചെയ്തതെന്ന് വരെ അദ്ദേഹം സംശയിക്കുന്നു. പിന്നീട് നടക്കുന്ന ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഈ സിനിമ പ്രധാനമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ മൂവിയിൽ ഒരുപാട് ഫാൻറ്റസിക്കലായിട്ടുള്ള എലമെൻസും ഉണ്ട്. ഫാൻറ്റസിക്കലായിട്ടുള്ള എലമെൻസിലൂടെയൊക്കെ അദ്ദേഹം ഒരുപാട് അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഓഡിയൻസിലേക്ക് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണിത്. കാരണം വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് പോലെയാണ് തോന്നിയത്. അത്രയും മികച്ചൊരു മേക്കിങ്ങും കോൺസെപ്റ്റും കണ്ടൻറ്റും എല്ലാം ഉള്ളൊരു മൂവിയാണ്. ഹോളിവുഡ് മൂവീസ് എന്തുകൊണ്ട് മേക്കിങ്ങിൽ മാത്രമല്ല കണ്ടൻറ്റിലും വേറിട്ട് നിൽക്കുന്നു എന്നൊക്കെ കാണിച്ചു തരുന്നൊരു മൂവി കൂടിയാണ് ദ ഗ്രീൻ മൈൽ എന്ന് പറയുന്ന 1999 റിലീസായ ഈ ഒരു മൂവി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കേണ്ട ഒരു മൂവി കൂടിയാണ്. എന്തായാലും നിങ്ങൾ കാണുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിരാശയോ കാര്യങ്ങളൊന്നും സമ്മാനിക്കാത്ത മൂവിയാണ്. സ്ലോ പേസ് ആണെങ്കിൽ തന്നെയും നല്ല രീതിയിൽ നമ്മുടെ പിടിച്ചിരുത്താനും ഇമോഷണലായിട്ട് ഒരുപാട് കരയിപ്പിക്കുന്ന രംഗങ്ങൾ പോലും ഉള്ളൊരു മൂവിയാണ്. എന്തായാലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.